റഡാർ ഉൾപ്പെടെയുള്ള കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ എത്തിച്ചുള്ള ഇന്നത്തെ തെരച്ചിലിൽ പ്രതീക്ഷയുണ്ടെന്ന് ലോറി ഉടമ മനാഫ് 24-നോട് പറഞ്ഞു. മനാഫിന്റെ വാക്കുകളിലേക്ക്. ഇവിടെ ജസ്റ്റ് എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിങ്ങനെ മാന്തി നോക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നത്. മണ്ണ് ചെറുങ്ങനെ എടുത്തിട്ട് അല്ലാതെ ഇതുള്ള ഏകദേശം ഒരു സ്പോട്ട് കണ്ടിട്ട് അവിടേക്ക് ഓക്സിജൻ കൊടുക്കുക. ഇന്നിപ്പം ഒരു സാറ് ചാനലിൽ പറഞ്ഞ കേട്ട് അങ്ങനെയാണ്. ശരിക്കും അതാണ് അതിൻ്റെ കറക്റ്റ് എന്നാണ് നമ്മളെ അഭിപ്രായം. ആൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഓക്സിജൻ്റെ ബുദ്ധിമുട്ടൊന്നും വരാതെക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ശരിക്കും അത് ചെയ്തു വെക്കേണ്ടിയെന്നാണ് നമ്മളെ അഭിപ്രായം. ഇപ്പം ഇനിയിപ്പം ഒന്നും ചെയ്യാനില്ല. എന്തായാലും ഇന്ന് കണ്ടെത്തും എന്നുള്ളതാണ് നമുക്ക് ഉറപ്പുള്ള കാര്യം. അതും നമ്മൾ കാണിച്ചു കൊടുത്ത ആ സ്പോട്ട് തന്നെ ആവും വണ്ടി ഉണ്ടാവുക. ഇപ്പം നല്ല സഹകരണമാണ്. മുന്നേ FIR പോലും ഇടാൻ 3 ദിവസമായിട്ട് നടന്നിട്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പം FIR ഒക്കെ ഇട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം ഉദ്യോഗസ്ഥർ ഇപ്പം ഓക്കെ. അർജുൻ മാത്രമല്ല അതിൻ്റെ ഉള്ളിലുള്ളത്. അതിൻ്റെ ഉള്ളിൽ അവിടുത്തെ നാട്ടുകാരുടെ കണക്ക് പ്രകാരം ഇനിയും ഏകദേശം 10ഓളം ആൾക്കാർ അടിയിലുണ്ട്, മണ്ണിൻ്റെ അടിയിൽ. ക്യാബിൻ്റെ ഉള്ളിലേക്ക് വലിയ കല്ലോ മറ്റുള്ളതൊന്നും വന്നടിച്ചിട്ടില്ലെങ്കിൽ മണ്ണാണ് കൂടുതലുള്ളത്. അവിടെ ചളിമണ്ണാണുള്ളത്. മണ്ണ് വെള്ളവും അതിൻ്റെ ഉള്ളിലേക്ക് കയറൂല, ഒരു പരിധി വരെ കയറൂല. അങ്ങനെയാണെന്ന് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ പാറയ്ക്കൽ, ഇപ്പോൾ മനാഫിന്റെ പ്രതികരണത്തിൽ മനാഫ് പറയുന്നത് പോലെ ഈ അർജുൻ മാത്രമല്ല, ഇനിയും ആളുകൾ അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള സംശയം, എത്ര പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു പൂർണ്ണമായൊരു വ്യക്തതയൊന്നും ഇല്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അത് കണ്ടെത്തുക പ്രയാസവുമാണ്, വളരെ പെട്ടെന്ന് കണ്ടെത്തുക പ്രയാസവുമാണ്. കാരണം ഇത്രയും വലിയൊരു മണ്ണ് മലയാണ് താഴേക്ക് ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം, കർണാടക സർക്കാരൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുന്നുണ്ടോ? അർജുൻ്റെ കാര്യത്തിലാണെങ്കിൽ കുറച്ചുകൂടി വിവരങ്ങൾ ഇപ്പോൾ ഈ ദൗത്യ സംഘത്തിന് മുമ്പിലുണ്ട്. GPS പോയിന്റ് ഒക്കെ ഏതാണ്ട് ഒരു ധാരണ എന്നുള്ള നിലയിലേക്ക് എത്തുന്നുണ്ട്. ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി ഒടുവിൽ പ്രതികരിച്ചിട്ടുണ്ടോ? രാജ്യത്ത് എത്തരത്തിലുള്ള, അതായത് ഇനി ആളുകൾ എത്ര പേർ ഉണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകൾ ഇനിയുമേറെ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നൊരു ആശങ്ക ജില്ലാ ഭരണകൂടത്തിനുമുണ്ട്. അത് എത്രത്തോളമാണ് അതിൻ്റെ ഒരു വ്യാപ്തി, അപകടത്തിൻ്റെ വ്യാപ്തി എന്നത് ഇനിയും ഔദ്യോഗികമായൊരു സ്ഥിരീകരണം അത് നൽകാൻ ജില്ലാ ഭരണകൂടം തയ്യാറായിട്ടില്ല. പക്ഷേ ആളുകൾ ഇനിയും ഉണ്ടായേക്കാം എന്നൊരു സൂചന, അത്തരത്തിലുള്ളൊരു നിഗമനം, അനുമാനത്തിലാണ് ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും ഒക്കെ തന്നെയുള്ളത്. ഈ പ്രദേശത്ത് ഇപ്പോഴും തെരച്ചിൽ അല്പസമയത്തിനകം പുനരാരംഭിക്കാൻ സാധിക്കും എന്നൊരു ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തകർ ഒക്കെ തന്നെയുള്ളത്. രക്ഷാപ്രവർത്തകർ ഓരോരോ വാഹനങ്ങളിലായി ആ പ്രദേശത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥ പ്രധാനമായും പ്രശ്നം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ സാധിക്കുന്നത്. എത്രത്തോളമാണ് അതിൻ്റെ ഒരു ഭീകരാവസ്ഥ, ആ ഒരു രക്ഷാപ്രവർത്തനം എത്രത്തോളമാണ് ശ്രമകരമായ ദൗത്യമാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ശക്തമായ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ശക്തമായ കാറ്റുമുണ്ട്. ആ ശക്തമായ മഴയെയും കാറ്റിനെയും ഒക്കെ പ്രതിരോധിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാൻ സാധിക്കുക എന്നാണ് ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത്. എനിക്ക് പുറകിൽ കാണുന്ന ഭൂപ്രകൃതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ പ്രദേശത്തൊക്കെ തന്നെ കുറച്ച് ദൃശ്യങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കുന്നുകളാണ്. ഒപ്പം ഈ ദേശീയപാത തന്നെ കൊച്ചി പനവേൽ ദേശീയപാതയാണ്. കൊച്ചി പനവേൽ ദേശീയപാത അത് പല ഭാഗങ്ങളിലും ഇങ്ങനെ ഈ മണ്ണൊലിപ്പ് മൂലം അതുപോലെ തന്നെ മണ്ണിടിഞ്ഞും അത് തടസ്സപ്പെട്ട സ്ഥിതി ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഭീകരാവസ്ഥ എനിക്ക് തൊട്ടുപുറകിൽ കാണുന്ന ഒരു ടാങ്കർ ലോറിയുണ്ട്. ആ ടാങ്കർ ലോറിയും എനിക്ക് തൊട്ട് മുന്നിൽ കാണുന്ന ആ ഒരു കുന്നും വലിയ മൺകൂനയാണ്. ആ മൺകൂനയും തന്നെ ദൃശ്യങ്ങളിൽ കാണിക്കുകയാണെങ്കിൽ എത്രത്തോളം ഭീകരാവസ്ഥ, ഇത് ഒരു ചെറിയ തോതിലുള്ള ദൃശ്യമാണ്, അത് എത്രത്തോളം ഭീകരാവസ്ഥയാണ് ഈ പ്രദേശത്തുള്ളത്. ആ മണ്ണ് ഒന്നാകെ ഈ വാഹനത്തിന് മുകളിലേക്ക് വീണ് കഴിഞ്ഞാൽ ഒരു മൂന്ന് വാഹനങ്ങളുടെ ഉയരത്തിലെങ്കിലും ആ മണ്ണ് കിടപ്പുണ്ടാവുമെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതുപോലുള്ള ഒരു അവസ്ഥയാണ് ഈ പ്രദേശത്തുമുള്ളത്. ഈ നിൽക്കുന്ന ഭാരത് ബെൻസിന്റെ ലോറി, ആ ലോറി നിൽക്കുന്ന പ്രദേശത്ത്
ഒരു 3 വാഹനത്തിൻ്റെ പൊക്കത്തിലെങ്കിലും മണ്ണ് കൂടിക്കിടക്കുന്നുണ്ടെന്നാണ് രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ഈ വാഹനത്തെയും അർജുനെയും പുറത്തെടുക്കുക എന്ന ശ്രമകരമായ ദൗത്യം അത് എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റഡാർ സംവിധാനം എത്തിച്ചു കഴിഞ്ഞാൽ അത് ബംഗളൂരുവിൽ നിന്ന് 8:30 എത്തിക്കുമെന്നാണ് അറിയിച്ചത്. അങ്ങനെ ഈ റഡാർ സംവിധാനം എത്തിച്ചു കഴിഞ്ഞാൽ ആ ലോറി കൃത്യമായി ലൊക്കേറ്റ് എവിടെയാണ് കൃത്യമായ ലൊക്കേഷൻ എന്ന് പരിശോധിക്കും. അതിനുശേഷം ഈ വാഹനം ആ പ്രദേശത്ത് നിന്ന് ഈ വാഹനത്തിനുള്ളിൽ നിന്ന് ആളെ പുറത്തെടുക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത്. ഇന്നലെയൊക്കെ ചെയ്തതുപോലെ ഈ 2 ഭാഗത്തു നിന്നും മണ്ണ് നീക്കുന്ന സമയത്ത് ഈ മണ്ണ് വീണ്ടും ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത്. ഈ മണ്ണ് 2 ഭാഗത്തു നിന്നും ഇടിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായത്. എന്തായാലും അങ്ങനെ പോവുകയാണെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നൊരു വിലയിരുത്തലാണ് രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടവും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് ഈ റഡാർ സംവിധാനം ഇവിടേക്ക് എത്തിച്ചു കഴിഞ്ഞ് കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം എങ്ങനെയാണ് ആ ലോറി നിൽക്കുന്ന പ്രദേശം, ആ പ്രദേശത്ത് നിന്ന് എങ്ങനെയാണ് പുറത്തേക്ക് ഈ അർജുനെ എത്തിക്കാൻ സാധിക്കുക എന്ന കാര്യമാണ് പ്രധാനമായും രക്ഷാപ്രവർത്തകർ പരിശോധിക്കുന്നത്. അതിനുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 6:15 കൂടി SDRFിൻ്റെയും NDRFിൻ്റെയും സംഘങ്ങൾ ആ പ്രദേശത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. പോലീസിൻ്റെ പ്രധാന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ആ പ്രദേശത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു, സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നതാണ് നമുക്ക് ഈ പ്രദേശത്ത് നിന്ന് പറയാൻ സാധിക്കുന്നത്. ആരെയും ഈ അപകടം നടന്ന സ്ഥലത്തേക്ക്, ഈ അപകടമുണ്ടായ ആ ഒരു പ്രദേശത്തേക്ക് കടത്തിവിടുന്നില്ല. എല്ലാ വാഹനങ്ങളും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരെ പോലും 1 കിലോമീറ്റർ അകലെ തടഞ്ഞിടുന്നൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ആരെയും അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല. ഈ രക്ഷാപ്രവർത്തകർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുക എന്നത് അനുവദിക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ അർജുനെ പുറത്തെടുക്കുക, അർജുനെ ജീവനോടെ രക്ഷിക്കുക എന്നൊരു ദൗത്യമാണ് രക്ഷാപ്രവർത്തകർ പ്രധാനമായും പരിശോധിക്കുന്നത്. അതിനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഈ പ്രതികൂലമായ കാലാവസ്ഥയുണ്ട്, ശക്തമായ മഴയുണ്ട്. ഇപ്പോൾ മഴയ്ക്ക് ചെറിയൊരു അയവ് വന്നിട്ടുണ്ട്. പക്ഷേ റെഡ് അലേർട്ടാണ് ഈ ജില്ലയിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു മഴയെ പ്രതിരോധിച്ചുകൊണ്ട്, ശക്തമായ കാറ്റിനെ പ്രതിരോധിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കുക എന്ന സാധ്യത പരിശോധിക്കുകയാണ്. എന്തായാലും രക്ഷാപ്രവർത്തകർ 6:15 കൂടി തന്നെ ആ പ്രദേശത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. റിജിത്ത്, ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. മഴ എന്തായാലും മാറി നിൽക്കട്ടെ, എങ്കിൽ മാത്രമേ രക്ഷാദൗത്യ സംഘത്തിന് കൂടുതൽ മുന്നോട്ട് പോകാൻ